ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ചധികം ദിവസമായി ഞാൻ വീഡിയോസ് ആയിട്ടൊക്കെ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം ആവും. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കുർത്തി ഹോൾ കാണിക്കാനാണ്. അതായത് നമ്മുടെ ഫ്ലിപ്കാർട്ട് കുർത്ത ഹോളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കുർത്താസ് വാങ്ങിയിട്ട് ഏകദേശം ഒരു 2 മാസത്തോളം ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് അതായത് ഒരു മോർ ദാൻ 3 വാഷസ് ആയിട്ടുണ്ട്. 3 തവണയിൽ കൂടുതൽ കഴുകിയതിന് ശേഷമുള്ള ഒരു റിവ്യൂ പറയാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല അഫോർഡബിൾ ആയി നല്ല ക്വാളിറ്റിയുള്ള ഈ 3 കുർത്താസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഇതാണ്. ഇതൊരു പ്രിന്റഡ് അതായത് ഒരു ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ കുർത്തയാണ്. നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. ഒരു 280 റുപ്പീസ് ഒക്കെ ആവത്തുള്ളൂ. നമുക്കിത് കോളേജ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കാഷ്വൽ ആയിട്ടുള്ള കുർത്തിയാണ്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ സൈസ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ ഞാൻ നോർമലി ഒരു മീഡിയം സൈസൊക്കെയാണ് സെലക്ട് ചെയ്യാറ്. പക്ഷേ നിങ്ങൾ സൈസ് ചാർട്ട് ഒന്ന് നോക്കിക്കോളൂ. ഞാനിതിപ്പോൾ സ്മോളാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പം നിങ്ങൾക്ക് ഇപ്പം മീഡിയമാണ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ സ്മോൾ വാങ്ങുന്നതിനോട് എക്സ്ട്രാ സ്മോൾ വാങ്ങുക, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ സൈസ് ചാർട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി വന്നിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തുമായിട്ട് ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് വെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ആഫ്റ്റർ ഒരു 2-3 വാഷ് കഴിഞ്ഞപ്പോഴേക്കും പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. പ്യുവർ കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. പക്ഷേ ഈ ഒരു പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തവണ വാഷ് ചെയ്യും തോറും ഈ ക്ലോത്ത് ഭയങ്കരമായിട്ട് ചിലപ്പം ഒന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ അല്ലാതെ വലിയൊരു ക്വാളിറ്റിയിൽ വലിയൊരു പോരായ്മയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നല്ലൊരു കുർത്തയാണ്. നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കണ്ണുടച്ച് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുർത്തയാണ് കേട്ടോ. അപ്പോൾ അടുത്ത കുർത്ത ഇതാണ്. അപ്പോൾ ഞാൻ വാങ്ങിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. നല്ലൊരു സ്ട്രെയിറ്റ് കട്ട് കുർത്തയാണ്. അതായത് പ്രിന്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇതുപോലെ തന്നെ ഒരു ലേസ് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തും ആ ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് പ്രിന്റ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതും പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഇടുമ്പോഴേക്കും നല്ല ഫിറ്റും ആണ്. ഇത് ഞാൻ സൈസ് സ്മോൾ ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഡെയിലി വെയർ ആണ് കേട്ടോ. ഇതിനും ഏകദേശം ഒരു 280 ആ ഒരു റേഞ്ചിൽ വരുള്ളൂ. അപ്പോൾ ഞാൻ 2 മാസം മുന്നേ വാങ്ങിയോണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് പ്രൈസിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ഒരു 280 ഒരു 300 അതിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഡെയിലി വെയർ കുർത്തയാണ്. ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ ഇതുപോലെ നല്ല ലേസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പ്രിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 3-4 തവണ നിങ്ങൾ പല ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. 3-4 തവണ ഞാനിത് കഴുകിയതാണ്. ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. നല്ല അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അവസാനത്തെ കുർത്ത വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയാണ്. നല്ലൊരു പ്രിൻ്റൊക്കെ ഉണ്ട്. ഇതൊരു റയോൺ ഫാബ്രിക് ആണ് കേട്ടോ. ഫ്രണ്ടിൽ ഇതുപോലെ കുറച്ച് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കെട്ടാൻ വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട് നല്ല ഇതുപോലെ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടുള്ളതാണ്. ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. നമ്മൾ വാഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ പോലെ അടിച്ച് നനച്ച് അങ്ങനത്തെ ഒരു കഴുകലല്ലോ. നമ്മൾ ഒന്നുകിൽ വാഷിംഗ് മെഷീനിലിടും അല്ലെങ്കിൽ സാധാരണ കൈകൊണ്ട് കഴുകുന്ന പോലെ കേട്ടോ. അത് അത്രക്ക് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫാബ്രിക് ഏതായാലും അത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതും ഞാൻ 3-4 തവണ വാഷ് ചെയ്തിട്ട് എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഒരു മീഡിയം സൈസാണെന്ന് തോന്നുന്നു എടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ സൈസ് ചാർട്ട് നോക്കിയിട്ട് മേടിക്കാനായിട്ട് നോക്കാം കേട്ടോ. എല്ലാം 3/4 സ്ലീവ് തന്നെയാണ്. സ്ലീവിൻ്റെ ഭാഗത്തും ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതിനും ഏകദേശം ഒരു 280-300 ബിലോ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ഡെയിലി വെയർ ആയിട്ട് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തയാണ്. നമ്മൾ ഈ 280 റുപ്പീസിനൊക്കെ വാങ്ങുമ്പോൾ അത്രയ്ക്ക് ഭയങ്കര ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കില്ലല്ലോ. പക്ഷേ ഞാനിത് വാഷ് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല വലിയ എന്താ പറയുക, ഫാബ്രിക്കിലൊന്നും ഒരു പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. നമുക്ക് എന്താ പറയുക, കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കുർത്താസാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു കുട്ടി ഫ്ലിപ്കാർട്ട് കുർത്ത ഹോള്. അപ്പോൾ ഡ്രസ്സസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ടിൽ ദെൻ ഓക്കെ ബൈ. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.